ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം, ദശകം 24, പ്രഹ്ലാദ ചരിതം. ആദ്യത്തെ ശ്ലോകം ഹിരണ്യകശിപുവിൻ്റെ കഥയാണ് പറയുന്നത്. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവഭവതാ ഹദേ ശോകക്രോധക്ലബിത ധൃതിരേദസ്യ സഹജാ ഹിരണ്യപ്രാരംഭാ കശിപോ അമരാരാധിസദസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മുരരിഭോ. ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ദേവ ഭവതാ ഹദേ ശോകക്രോധ ഗ്ലബിത ധൃതി രേധസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപോ അമരാരാധിസദസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മുരരിപോ. ഹേ ദേവ മുരരിപോ, അല്ലയോ ഭഗവാനേ മുരാന്തക, പോത്രിപ്രവരവപുഷ ഭവത, അങ്ങ് പോത്രിപ്രവരവപുഷ എന്ന് വെച്ചാൽ വരാഹമൂർത്തിയായി അവതരിച്ച ഭവത നിൻ തിരുവടിയാൽ അങ്ങയാൽ ഹിരണ്യാക്ഷേ ഹതേ, ഹിരണ്യാക്ഷൻ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ ഏതസ്യ സഹജഃ ഈ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യപ്രാരംഭഃ, ഹിരണ്യ ശബ്ദം, ഹിരണ്യ എന്ന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന കശിപു, അതായത് ഹിരണ്യ എന്ന ശബ്ദം ആരംഭത്തിൽ വരുന്ന ഹിരണ്യകശിപു ശോക ക്രോധ ഗ്ലബിത ധൃതിഹി, ശോകം ദുഃഖം, തൻ്റെ സഹോദരൻ മരിച്ചതിലുള്ള ദുഃഖം, ക്രോധം അമർഷം എന്നിവയാൽ സന്തോഷം മുഴുവൻ നശിച്ചവനായി അമരാരാധി സദസി അസുരന്മാരുടെ സദസ്സിൽ വെച്ച് തവ വധാർത്ഥം ഭഗവാനെ അങ്ങയെ നിഗ്രഹിക്കുമെന്ന് പ്രതിജ്ഞാം ആദേനേ കില ഒരു പ്രതിജ്ഞ ചെയ്തുവല്ലോ എന്ന്. അപ്പോൾ ഇവിടെ ഹിരണ്യകശിപു ആരാണ് എന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തില്. അപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് അന്ന് ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു. ഈ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു തൻ്റെ സഹോദരൻ മരിച്ചതിലുള്ള ദുഃഖവും അമർഷവും കൊണ്ട് സന്തോഷമൊക്കെ നശിച്ച്, അതായത് അത്രയ്ക്കും ദേഷ്യത്തോടെ ആ അസുരന്മാരുടെ സദസ്സിൽ വെച്ച് ഭഗവാനെ അങ്ങയെ വധിക്കുമെന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു. ശ്ലോകം 2. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരതാ പുരാ സാക്ഷാത് കുർവൻ സുരനര മൃഗാധൈര്യനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ ഭവന്നായകമിധം പരീക്ഷുന്ദൻ നിദ്രാദഹരദദിവം ത്വാമഗണയൻ. വിധാതാരം ഘോരം സഹ ഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗ ആദ്യൈഹി അനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ ഭവൻ നായകം ഇദം പരീക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാം അഗണയൻ. സഹ ഖലു ആ ഹിരണ്യകശിപു ആകട്ടെ ഘോരം തപസ്സിത്വ ഭഗവാൻ മഹാവിഷ്ണുവിനെ കൊല്ലുവാനായി ഘോരമായ ഒരു തപസ് ചെയ്തിട്ട് ന ചിരതഃ അധികം താമസിയാതെ തന്നെ വിധാതാരം ആ ബ്രഹ്മാവിനെ പുരഹ തൻ്റെ മുന്നിൽ സാക്ഷാത് കുറുവൻ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് സുര നര മൃഗാദേഹി ദേവന്മാർ മനുഷ്യർ മൃഗങ്ങൾ പക്ഷിമൃഗാദികൾ എന്നിവ നിമിത്തമുള്ള അനിധനം വരം ലബ്ധ്വ എന്നിവ നിമിത്തമുള്ള മരണം ഉണ്ടാവരുത് എന്ന വരം നേടി. ദേവന്മാർ മനുഷ്യർ പക്ഷിമൃഗാദികൾ എന്നിവ നിമിത്തമുള്ള മരണം തനിക്കുണ്ടാവരുത് എന്ന വരം നേടി. ദൃപ്തഹ ഇഹ
അങ്ങനെ അഹങ്കാരിയായി തീർന്നിട്ട് ഈ ലോകത്തിൽ ഇവിടെ ഈ ലോകത്തിൽ ഒരു വലിയ അഹങ്കാരിയായി തീർന്നിട്ട് ത്വാം അഗണയൻ, ഭഗവാനെ അങ്ങയെ പോലും അവഗണിച്ചു, കൂട്ടാക്കാതെ കണക്കാക്കാതെ, ഭവൻ നായകം അങ്ങ് നായകനായിരിക്കുന്ന ഇതം ജഗത്ത് ഈ ജഗത്തിനെ പരിക്ഷുന്തൻ തകർത്തുകൊണ്ട് ഇന്ദ്രാത് ഇന്ദ്രനിൽ നിന്ന് ദിവം അഹരദഹ സ്വർഗത്തെ തട്ടിപ്പറിച്ചു എന്ന്. അപ്പോൾ ഹിരണ്യകശിപുവിനെ തൻ്റെ സഹോദരനെ വധിച്ച മഹാവിഷ്ണുവിനെ കൊല്ലുവാനായിട്ട് ഘോരമായ ഒരു തപസ് ചെയ്തു. ആ തപസ് ചെയ്ത് തൻ്റെ മുന്നിൽ ആ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് വരമായി ചോദിച്ചത് ദേവന്മാർ, മനുഷ്യർ, പക്ഷി, മൃഗാദികൾ മൂലം തനിക്ക് മരണം ഉണ്ടാവരുത്. അത് മാത്രമല്ല, ഒരുപാട് വ്യവസ്ഥകൾ വെച്ചിരുന്നു. രാത്രിയിലോ പകലോ തന്നെ കൊല്ലാൻ പാടില്ല, വീടിനകത്തോ പുറത്തോ വെച്ചോ കൊല്ലാൻ പാടില്ല, ആയുധങ്ങളൊന്നും കൊണ്ട് തന്നെ വധിക്കാൻ പാടില്ല, ആർക്കും സാധിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യവസ്ഥകളോട് കൂടിയ ഒരു വരം ബ്രഹ്മാവിൽ നിന്നും നേടി. അതോടുകൂടി ആരെയും ഭയമില്ലാതെ വന്നപ്പോൾ അഹങ്കാരിയായി തീർന്നിട്ട് ഈ ലോകത്തിന്റെ നാഥനായ ഭഗവാനെ പോലും അങ്ങ് അവഗണിച്ചു കളഞ്ഞു. അങ്ങനെ ഭഗവാൻ നായകനായിരിക്കുന്ന ഈ ജഗത്തിനെ നശിപ്പിച്ചുകൊണ്ട് ഇന്ദ്രനിൽ നിന്ന് സ്വർഗവും തട്ടിപ്പറിച്ചു ആ ഹിരണ്യകശിപു. ശ്ലോകം 3. ഹിരണ്യകശിപു അഹങ്കാരം വർദ്ധിച്ച് വിഷ്ണുവിനെ നിഗ്രഹിക്കാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ച രിപോർ ബഹിർദൃഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നതന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഖലു ജിതകാശീ നിവവൃതേ. നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ച രിപോഃ ബഹിഃ ദൃഷ്ടേഃ അന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷ നദൻ ഉച്ചൈഃ തത്ര അഭി അഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയാ യാദം മത്വാ സഖലു ജിതകാശി നിവവൃതേ. ഭൂയഃ ത്വാം, ഭൂയഃ അനന്തരം, ത്വാം അങ്ങയെ, നിഹന്തും വധിക്കുവാൻ, നിഗ്രഹിക്കുവാൻ, തവ പദം അങ്ങയുടെ സ്ഥാനത്തിൽ, അതായത് വൈകുണ്ഠത്തിൽ ആ ഹിരണ്യകശിപു അവാപ്തസ്യ എത്തിച്ചേർന്നു എന്ന്. അപ്പൊ ഭഗവാനെ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം ഭഗവാനെ വധിക്കുവാനായി ആ വൈകുണ്ഠത്തിലും എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ബഹിർ ദൃഷ്ടേ, പുറമേ കാണാൻ സാധിക്കുന്ന ആ സ്ഥൂല ശരീരത്തിൽ നിന്നും ഭഗവാൻ അന്തർദതിതഃ, അന്തർദാനം ചെയ്തു. അപ്പോ വൈകുണ്ഠത്തിൽ ഹിരണ്യകശിപു വന്ന് നോക്കുമ്പോൾ ഭഗവാനെ കാണാനില്ല. ഭഗവാൻ ആ സ്ഥൂല ശരീരത്തിൽ നിന്നും അന്തർദാനം ചെയ്തിട്ട് രിപോഹോ, ആ ഹിരണ്യകശിപുവിന്റെ, ശത്രുവിന്റെ ഹൃദയത്തിൽ സൂക്ഷ്മവപുഷ, സൂക്ഷ്മ സ്വരൂപനായി ഇരുന്നു എന്ന്. അപ്പൊ വൈകുണ്ഠത്തിൽ ആ സ്ഥൂല രൂപത്തിലിരുന്ന ഭഗവാൻ ആ സ്ഥൂല ശരീരത്തിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് അന്തർദാനം ചെയ്തിട്ട് തൻ്റെ ശത്രുവായ ഹിരണ്യകശിപുവിന്റെ തന്നെ ഹൃദയത്തിൽ സൂക്ഷ്മ സ്വരൂപനായിട്ട് ഇരുന്നു. സഹഗലു, ആ ഹിരണ്യകശിപു ആകട്ടെ, ഭിയാ, അതായത് അവിടുന്ന് യാദം മത്വ, അതായത് ഭഗവാൻ ഹിരണ്യകശിപുവിനെ ഭയന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് മത്വ വിചാരിച്ചു. എന്നിട്ട് ഉച്ചൈഹി നദൻ, ഉറക്കെ ഗർജിച്ചുകൊണ്ട്, തത്ര അഭി, ആ വൈകുണ്ഠത്തിലും, അഖില ഭുവനാന്തേ, മറ്റെല്ലാ ലോകങ്ങളിലും, ച മൃഗയൻ, ഭഗവാനെ അന്വേഷിച്ച് കാണാതായപ്പോൾ, ജിതകാശി, ഞാൻ വിജയിച്ചു എന്ന് കരുതി, നിവവൃതേ, മടങ്ങിപ്പോന്നു എന്ന്. അപ്പോൾ ഹിരണ്യകശിപു ഭഗവാനെ വധിക്കുവാനായി വൈകുണ്ഠത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭഗവാനെ കാണാൻ സാധിച്ചില്ല. സ്ഥൂല രൂപത്തിൽ നിന്നും ഭഗവാൻ അന്തർദാനം ചെയ്ത് സൂക്ഷ്മ സ്വരൂപിയായി ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്.
നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഹിരണ്യകശിപു ആണെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് തന്നെ ഭയന്നിട്ട് ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഓടി ഒളിച്ചതാണെന്ന് കരുതി. അങ്ങനെ താൻ വിജയിച്ചു എന്ന ഭാവത്തിൽ ഉറക്കെ ഗർജിച്ചിട്ട് വൈകുണ്ഠത്തിലും മറ്റെല്ലാ ലോകത്തിലും ഭഗവാനെ അന്വേഷിച്ച് നടന്നു. കാണാതായപ്പോൾ ഞാൻ വിജയിച്ചു എന്ന് കരുതി അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ ഇവിടെ നിന്ന്? ഭഗവാനെ അന്വേഷിച്ച് അലയേണ്ടത് പുറത്തല്ല, നമ്മുടെ അകത്ത് തന്നെയാണ്. അപ്പോൾ പുറത്ത് എത്ര അന്വേഷിച്ചാലും ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവാൻ അധിവസിക്കുന്നത് എല്ലാവരുടെയും ഹൃദയത്തിലാണ്, നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ വസിക്കുന്നത്. ആ ഭഗവാനെ കാണാനും അനുഭവിച്ചറിയാനുമാണ് ധ്യാനം പരിശീലിക്കണമെന്ന് ഗുരുനാഥൻ പറയുന്നതും. ശ്ലോകം 4. ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിച്ചതുകൊണ്ട് തന്നെ ഹിരണ്യകശിപുവിന് മഹാഭക്തനായ ഒരു പുത്രൻ ജനിച്ചു എന്ന് ഈ വരികളിൽ പറയുന്നു. തദോസ്യ പ്രഹ്ലാദ സമജനീ സുതോ ഗർഭവസതൗ മുനേർവീണാ പാണേയധിഗത ഭവദ്ഭക്തി മഹിമാ സ വൈ ജാത്യാ ദൈത്യാ ശിശുരഭി സമീത്യാ ത്വയിരതിം ഗതസ്ത്വദ്ഭക്താനാം വരദാ പരമോദാഹരണദാ. തതഃ അസ്യ പ്രഹ്ലാദഃ സമജനി സുതഃ ഗർഭവസതൗ മുനേഃ വീണാപാണേഃ അധിഗത ഭഗവദ്ഭക്തി മഹിമാ സഹ വൈ ജാത്യാ ദൈത്യഃ ശിശുഃ അഭി സമീത്യ ത്വയി രതിം ഗതഃ ത്വദ്ഭക്താനാം വരദഃ പരമോദാഹരണതാം പരമ ഉദാഹരണതാം. ഹേ വരദ, അല്ലയോ അഭിഷ്ടദാതാവേ. തതഃ അസ്യ, കുറച്ചു കാലത്തിന് ശേഷം, തതഃ എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ ഹിരണ്യകശിപു സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ജീവിക്കെ കുറേ കാലം കഴിഞ്ഞ് അസ്യ, ആ ഹിരണ്യകശിപുവിനെ ഗർഭവസതൗ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗർഭത്തിലിരിക്കെ തന്നെ, അപ്പൊ ഹിരണ്യകശിപുവിന്റെ ഭാര്യയുടെ ഗർഭത്തിലിരിക്കെ തന്നെ വീണാപാണി, വീണാപാണിയായ മഹർഷിയിൽ നിന്ന്, അതായത് നാരദ മഹർഷിയിൽ നിന്ന്, വീണാപാണേഹേ മുനേഹേ, വീണാപാണിയായ മഹർഷിയിൽ നിന്ന്, അധിഗത ഭവത് ഭക്തി മഹിമ, ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രഹ്ലാദ സുത സമജനി, പ്രഹ്ലാദൻ എന്നു പേരുള്ള പുത്രൻ ജനിച്ചു. സഹ വൈ, ആ പ്രഹ്ലാദനാകട്ടെ, ജാത്യാ ദൈത്യഃ, ജനിച്ചത് അസുരനായിട്ട്, ശിശുഹു അഭി, എന്നാൽ ബാലനാണെങ്കിൽ പോലും, ത്വയി രതി, ഭഗവാനിലുള്ള ആ ഭക്തിയെ സമേത്യ, നേടിയിട്ട്, ത്വദ്ഭക്താനാം, അവിടത്തെ ഭക്തന്മാർക്ക്, പരമ ഉദാഹരണത, മുഖ്യ മാതൃകയായി തീരുക, ഗതഃ എന്ന സ്ഥിതിയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഹിരണ്യകശിപു രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന്റെ പത്നി ഗർഭിണിയായി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ മന്ദരാതിരി എന്ന പർവ്വതത്തിലേക്ക് പോയ സമയം ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ തോൽപ്പിച്ചു. ഇന്ദ്രനാകട്ടെ ഗർഭിണിയായ ഹിരണ്യകശിപുവിന്റെ പത്നിയായ കയാധുവിനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. എന്നാൽ ആ പോകുന്ന വഴിക്ക് മാർഗമധ്യേ അതിലൂടെ വരികയായിരുന്ന ശ്രീ നാരദ മഹർഷി അത് കണ്ടെത്തി അവളെ ഇന്ദ്രനിൽ നിന്നും മോചിപ്പിച്ചു. തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നാരദ മഹർഷി. അങ്ങനെ ഗർഭസ്ഥനായ പ്രഹ്ലാദനെ ഉദ്ദേശിച്ച്, അതായത് നാരദ മഹർഷിക്ക് അറിയാം കയാധുവിന്റെ ഗർഭത്തിൽ ഇരിക്കുന്നത് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനാണെന്ന്. അപ്പോൾ ആ പ്രഹ്ലാദനെ ഉദ്ദേശിച്ച് തന്നെ, അവൻ കേൾക്കാൻ വേണ്ടി തന്നെ അവൾക്ക്, ആ കയാധുവിന് ഭക്തിജ്ഞാന മാർഗങ്ങൾ നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് ഗർഭസ്ഥനായിരിക്കെ തന്നെ പ്രഹ്ലാദന് ഭക്തിയുടെ മാഹാത്മ്യം മനസ്സിലാക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അന്നും ഇന്നും എന്നും ഭഗവാന്റെ ഏറ്റവും ഉത്തമനായ ഭക്തൻ ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് പ്രഹ്ലാദനാണ്.
ശ്ലോകം 5 പ്രഹ്ലാദന്റെ ഭക്തിദാഢ്യം. അതാണ് ഈ ശ്ലോകത്തിൽ കാണിക്കുന്നത്. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുബിര ശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിധമിദമഭദ്രായ ദൃഢമിതി അഭാകുർവൻ സർവം തവ ചരണ ഭക്ത്യൈവ വവൃധേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഹി അശിശിക്ഷത് ചിരം അമും അശിശിക്ഷത് ചിരം അമും ഗുരുപ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ സർവം തവ ചരണ ഭക്തി ഏവ വവൃധേ. ദുഷ്ടാത്മാ സഹ ദുഷ്ടഹൃദയനായ ആ ഹിരണ്യകശിപു സുരാരീണാം അസുരന്മാർക്ക് ഹാസ്യം തവ പരിഹാസ്യനായ അങ്ങയോടുള്ള അസുരന്മാർക്ക് പറഞ്ഞു ചിരിക്കാൻ പരിഹസിക്കാനുള്ള ഒരാളാണ് ഭഗവാൻ. അപ്പോൾ അസുരന്മാർക്ക് പരിഹാസ്യനായിട്ടുള്ള അങ്ങയോടുള്ള ചരണദാസ്യം, അതായത് ദാസഭാവം, ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന ഭാവം നിജസുതേ ദൃഷ്ട, തൻ്റെ മകനിൽ ആ പ്രഹ്ലാദനിൽ ഈ ഒരു ഭാവത്തെ കണ്ടിട്ട് അമും ചിരം അവനെ ആ പ്രഹ്ലാദനെ ചിരം ഒരുപാട് കാലം ഗുരുബിഹി അസുര ഗുരുക്കന്മാരെ കൊണ്ട് അശിശിക്ഷത് പഠിപ്പിച്ചു എന്ന്. എന്നാൽ അസൗച്ച ആ പ്രഹ്ലാദനാകട്ടെ ഗുരുപ്രോക്തം സർവ ഗുരുക്കന്മാർ പഠിപ്പിച്ചതും മുഴുവനും കേൾക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്, എന്നാൽ അതൊന്നും മനസ്സിലേക്ക് എടുത്തില്ല. പകരം ഇദം അഭദ്രായ ദൃഢം, ഇത് തിന്മയ്ക്കുള്ളതാണ് നിശ്ചയം, ഇദം അഭദ്രായ ദൃഢം, ഇത് തിന്മയ്ക്കുള്ളതാണ് തീർച്ച, ഇതി അപാകുറുവൻ എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് തവ ചരണ ഭക്ത്യ, ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള ഒരു ഭക്തിയോടു കൂടി തന്നെ ഏവ വവൃതേ അവൻ വളർന്നു വന്നു എന്ന്. അപ്പോ ദുഷ്ടഹൃദയനായ ഹിരണ്യകശിപു തൻ്റെ മകനെ അസുരന്മാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള പരിഹാസ്യനായിട്ടുള്ള മഹാവിഷ്ണുവിനോടുള്ള ഭക്തി തൻ്റെ മകനിൽ ഉണ്ട്. തൻ്റെ മകനിൽ ആ ഒരു ഭക്തിഭാവം ദാസഭാവം കണ്ടപ്പോൾ മകനെ പഠിപ്പിച്ചു കൊടുക്കാൻ അസുര ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അസുര ഗുരുക്കന്മാർ ആസുരികമായ സ്വഭാവങ്ങളെ കുറിച്ച് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, പക്ഷെ പ്രഹ്ലാദൻ എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് ഒന്നിനെയും സ്വീകരിച്ചില്ല. അവിടെ ഇരിക്കുമ്പോഴും പ്രഹ്ലാദന്റെ മനസ്സിൽ ഇത് എനിക്കുള്ളതല്ല, ഇതൊക്കെ തിന്മയ്ക്കുള്ളതാണ്, അത് തീർച്ചയാണ്, ഇതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവര് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞ് മനസ്സുകൊണ്ട് പ്രഹ്ലാദൻ ഭഗവാന്റെ തൃപാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള ഒരു ഭക്തി, നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി തന്നെ ആ പ്രഹ്ലാദൻ വളർന്നു വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഗത്തിൽ